ബെറോസ് എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ചർച്ചകൾ നടക്കുന്ന സമയം. പോർച്ചുഗൽ, സ്പെയിൻ, ആഫ്രിക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ സമുദ്രായന ചരിത്രവും കൊച്ചിയിലെ കാപ്പിരി മുത്തപ്പൻ എന്ന ഐതിഹ്യവും കോർത്തിണക്കി ജിജോ പുന്നൂസ് തയ്യാറാക്കിയ ആദ്യ തിരക്കഥ മോഹൻലാലിനും മക്കൾക്കും മുന്നിൽ വായിക്കുകയായിരുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകളെക്കുറിച്ചും വൂഡു മാന്ത്രിക വിദ്യയെക്കുറിച്ചും പരാമർശമുള്ള ആ ആദ്യ രൂപത്തിൽ കിയാനു എന്നു പേരുള്ള ആഫ്രിക്കക്കാരനായിരുന്നു വില്ലൻ. ഈ കഥയുടെ മാന്ത്രികതയും ഫാൻറ്റസിയും മുഴുവൻ വളരെ വേഗം ഉൾക്കൊണ്ട മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അന്ന് അവിടെ വച്ച് ജിജോ പുന്നൂസിനോട് വളരെ കൃത്യമായ ഒരു തിരുത്ത് ആവശ്യപ്പെട്ടു. ജിജോ അങ്കിൾ, ഇതിൽ ആഫ്രിക്കക്കാരെ നെഗറ്റീവായി ചിത്രീകരിക്കേണ്ട, അല്ലാതെ തന്നെ അവർ പുറത്ത് ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. കറുത്തവർഗക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വംശീയ ആക്രമണങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് വിസ്മയ ചൂണ്ടിക്കാണിച്ച ആ വലിയ സാമൂഹിക യാഥാർത്ഥ്യം ജിജോ പുന്നൂസിനെ പോലും അത്ഭുതപ്പെടുത്തി. തുടർന്ന് വിസ്മയുടെ ആ ഒരൊറ്റ അഭിപ്രായത്തെ മാനിച്ച് അദ്ദേഹം തിരക്കഥ മാറ്റി എഴുതുകയും വില്ലൻ കഥാപാത്രത്തെ മെൻഡോസ എന്ന വെള്ളക്കാരനാക്കി മാറ്റുകയും ചെയ്തു. അന്ന് ഒരു സിനിമയുടെ തിരക്കഥയിലെ വംശീയതയെ തിരുത്താൻ ആർജവം കാണിച്ച മികച്ച സാഹിത്യബോധമുള്ള ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരത്തിലൂടെ പ്രപഞ്ചത്തെയും മനുഷ്യനെയും കുറിച്ച് ആഴത്തിൽ സംസാരിച്ച അതേ വിസ്മയെക്കുറിച്ചാണ് ഇന്ന് ചിലർ അവൾക്കൊന്നും അറിയില്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരസിംഹാസനത്തിലിരിക്കുന്ന ഒരാളുടെ മകൾ, ക്യാമറകളുടെ ഫ്ലാഷുകൾക്കും താരപ്പകട്ടിൻ്റെ ബഹളങ്ങൾക്കും നടുവിൽ ജീവിക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അങ്ങേയറ്റം നിശബ്ദമായ ശാന്തമായ ഒരു ജീവിതം തിരഞ്ഞെടുത്തവളാണ് വിസ്മയ മോഹൻലാൽ. ആരാണ് യഥാർത്ഥത്തിൽ ഈ വിസ്മയ? കേവലം ഒരു സൂപ്പർ താരത്തിൻ്റെ മകൾ എന്നതിലുപരി സ്വന്തമായി വ്യക്തിത്വവും ചിന്താശേഷിയുമുള്ള കൃത്യമായ നിലപാടുകളുള്ള 35 വയസ്സുകാരിയായ ഒരു സ്വതന്ത്ര സ്ത്രീയാണവർ. 1991 ജനിച്ച വിസ്മയ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ നിഴലിലൂടെയല്ല സഞ്ചരിച്ചത്. അവർ തിരഞ്ഞെടുത്തത് അക്ഷരങ്ങളുടെയും വരകളുടെയും ലോകമാണ്. മനുഷ്യവികാരങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള തൻ്റെ ആഴത്തിലുള്ള ചിന്തകൾ അവർ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരത്തിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. പ്രപഞ്ചത്തിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണെന്നും അതേസമയം എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള അദൃശ്യമായ ബന്ധം എത്രത്തോളം വലുതാണെന്നും ആ പുസ്തകം വിളിച്ചു പറഞ്ഞു. ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വായനയും ധാരണയുമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അത്തരമൊരു ദാർശനിക തലം സ്വന്തം സൃഷ്ടികളിൽ കൊണ്ടുവരാൻ കഴിയില്ല. അവളുടെ സാമൂഹിക ബോധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് പുറത്തു വന്നത് ബെറോസ് സിനിമയുടെ തിരക്കഥാ ചർച്ചകൾക്കിടയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള കറുത്തവർഗക്കാരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന ഒരു കഥാഗതി അതിൽ കടന്നു വന്നപ്പോൾ അത് തിരുത്താൻ വിസ്മയ കാണിച്ച ആർജവം ചെറുതല്ല. ലോകത്ത് നടക്കുന്ന വർഗവിവേചനങ്ങളെക്കുറിച്ചും റേസിസത്തെക്കുറിച്ചും എത്രത്തോളം കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി അത്തരമൊരു തിരുത്ത് നിർദ്ദേശിച്ചത്. വിയറ്റ്നാമിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട ഒരു തെരുവ് നായയെ തൻ്റെ മനുഷ്യസ്നേഹം കൊണ്ട് സ്വന്തം ചെലവിൽ എല്ലാ നിയമക്കുരുക്കുകളും അഴിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചവളാണ് വിസ്മയ. അത്രത്തോളം ആർദ്രതയും അതേസമയം അനീതിക്കെതിരെ ശബ്ദിക്കാൻ പ്രാപ്തിയുമുള്ള ഒരു പക്വതയുള്ള വ്യക്തി. അങ്ങനെയുള്ള വിസ്മയ മോഹൻലാലാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന നീറ്റ് പ്രതിഷേധങ്ങളെ അനുകൂലിച്ചുകൊണ്ട് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. അതുവരെ രാഷ്ട്രീയമോ സാമൂഹികവുമായ ഒരു വിഷയത്തിലും പരസ്യമായി അഭിപ്രായം പറയാത്ത ഒരാൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പോലീസിൻ്റെ ലാത്തിയടിയേൽക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു ആ ഐക്യദാർഢ്യം. ആ പ്രതികരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതൊരു ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമാണ് ഉണ്ടാക്കിയത്. മോഹൻലാലിൻ്റെ മകൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തെ അനുകൂലിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് സംഘപരിവാർ BJP അനുകൂല പ്രൊഫൈലുകളിൽ നിന്നും വിസ്മയയ്ക്ക് നേരെ ഉണ്ടായത്. തികച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മുതൽ കടുത്ത സൈബർ ബുള്ളിയിങ് വരെ അവർക്ക് നേരിടേണ്ടി വന്നു. തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന ഏതൊരാളെയും വേട്ടയാടുന്ന പതിവ് രീതി തന്നെ വിസ്മയയ്ക്ക് നേരെയും പ്രയോഗിക്കപ്പെട്ടു. എന്നാൽ ആ അധിക്ഷേപങ്ങൾക്ക് മുന്നിലൊന്നും വിസ്മയ കുലുങ്ങിയില്ല. തൻ്റെ പോസ്റ്റ് പിൻവലിക്കാനോ ഭയന്ന് മാപ്പ് പറയാനോ അവർ തയ്യാറായില്ല. കാരണം അവർ ആ പ്രതികരണം നടത്തിയത് കൃത്യമായ ബോധ്യത്തോടെ തന്നെയായിരുന്നു. വിസ്മയയുടെ പ്രതികരണം BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി മേജർ രവി രംഗപ്രവേശം ചെയ്യുന്നത്. താനൊരു പട്ടാളക്കാരനാണെന്ന് എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന അദ്ദേഹം ഇന്ന് അതിലുപരിയായി BJPയുടെ ഒരു സജീവ നേതാവും മുൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമാണ്. വിസ്മയുടെ പോസ്റ്റിനെ തുടർന്ന് മോഹൻലാൽ കുടുംബത്തിന് നേരെ BJP അനുഭാവികളിൽ നിന്നുണ്ടായ എതിർപ്പ് തണുപ്പിക്കുക,
പാർട്ടിയെ പ്രതിരോധിക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെയാണ് മേജർ രവി ആ വീഡിയോയുമായി വന്നത്. ഒരു രക്ഷകർത്താവിൻ്റെ കുപ്പായമണിഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. ഡൽഹിയിലെ നീറ്റ് സമരം വിദേശ ഫണ്ടിംഗ് ഉള്ളതാണെന്നും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും സമർത്ഥിക്കാൻ ശ്രമിച്ച മേജർ രവി അതിനിടയിലേക്ക് വിസ്മയെ വലിച്ചഴച്ചു. എനിക്ക് കുട്ടിക്കാലം മുതൽ മായയെ, അതായത് വിസ്മയെ അറിയാം. റോഡിൽ കിടക്കുന്ന നായയെ കണ്ടാൽ പോലും കരയുന്ന കുട്ടിയാണവൾ. പോലീസിൻ്റെ അടിയേൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അവൾക്കത് സഹിച്ചില്ല. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമൊന്നും അവൾക്കറിയില്ല. അറിവില്ലായ്മ കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നായിരുന്നു മേജർ രവിയുടെ വാദം. എത്ര പരിഹാസ്യമായ വാദമാണിത്. 35 വയസ്സുള്ള ലോകം മുഴുവൻ സഞ്ചരിച്ച, പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന, സിനിമയുടെ തിരക്കഥയിലെ വംശീയതയെ പോലും തിരുത്താൻ പ്രാപ്തിയുള്ള ഒരു സ്വതന്ത്ര സ്ത്രീയെക്കുറിച്ചാണ് അവൾക്കൊന്നും അറിയില്ല എന്ന് മേജർ രവി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വാസ്തവത്തിൽ വിവരമില്ലായ്മ വിസ്മയിക്കല്ല, മറിച്ച് 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ നിലപാടുകളെ കേവലം വികാര പ്രകടനമെന്ന് മുദ്രകുത്തി റദ്ദാക്കാൻ ശ്രമിച്ച ആ മനോഭാവത്തിനാണ്. അവിടെ മേജർ രവി യഥാർത്ഥത്തിൽ ഒരു മൈനർ രവിയായി മാറുകയായിരുന്നു. സ്ത്രീകളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ബോധ്യങ്ങളെ എക്കാലത്തും വില കുറച്ച് കണ്ടിട്ടുള്ള പിതൃമേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിരൂപമായി അദ്ദേഹം സ്വയം ചെറുതാവുകയായിരുന്നു. താൻ എടുത്തു വളർത്തിയ കുട്ടിയാണെന്ന അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ബൗദ്ധിക നിലവാരത്തെ പരസ്യമായി അപമാനിക്കുകയാണ് അവിടെ നടന്നത്. ഇന്ന് സിനിമാ മേഖലയിൽ ഇപ്പോൾ വളരെ ശക്തമായി കേൾക്കുന്നൊരു സംസാരമുണ്ട്. മേജർ രവിയുടെ ഈ അനാവശ്യ ഇടപെടലിലും തന്നെ ഒരു വിവരമില്ലാത്ത കൊച്ചുകുട്ടിയായി ചിത്രീകരിച്ചതിലും വിസ്മയ മോഹൻലാൽ കടുത്ത അസ്വസ്ഥതയിലാണ് എന്നതാണ് ആ വാർത്ത. തൻ്റെ താല്പര്യമില്ലാതെ, തൻ്റെ അനുവാദമില്ലാതെ തനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആര് ചുമതലപ്പെടുത്തി എന്ന ചോദ്യം വിസ്മയുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോഹൻലാൽ എന്ന അച്ഛൻ്റെ നിലപാടാണ്. ഇന്ത്യൻ സിനിമയിലെ അതികായനാണെങ്കിലും തൻ്റെ മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും തൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. പ്രണവായാലും വിസ്മയായാലും അവരുടെ ജീവിതം, അവരുടെ യാത്രകൾ, അവരുടെ ഇഷ്ടങ്ങൾ എന്നിവയിലൊന്നും മോഹൻലാൽ ഇടപെടാറില്ല. മക്കൾ രണ്ടുപേരും പൂർണ്ണമായും സ്വതന്ത്രരായ വ്യക്തികളാണെന്ന ഉത്തമ ബോധ്യം ആ അച്ഛനുണ്ട്. വിസ്മയ സ്വന്തം നിലപാടിലൊരു പോസ്റ്റിട്ടപ്പോഴും അദ്ദേഹം അതിൽ ഇടപെട്ടില്ല. അവളോടത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം അച്ഛൻ പോലും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോഴാണ് കുടുംബ സുഹൃത്ത് എന്ന ലേബലിൽ വന്ന് മേജർ രവി അവരുടെ നിലപാടുകളെ അപഹസിക്കാൻ ശ്രമിച്ചത്. ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് എന്ന ന്യായീകരണം പറഞ്ഞ് ഒരാളുടെ വ്യക്തിത്വത്തിന് മുകളിൽ കയറി നിൽക്കാൻ ആർക്കും അവകാശമില്ലെന്ന സത്യം മേജർ രവി സൗകര്യപൂർവ്വം മറന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഡൽഹിയിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചത് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടും ബോധപൂർവവുമാണ്. രാജ്യത്ത് നടക്കുന്ന ഒരു അനീതിക്കെതിരെ, വിദ്യാർത്ഥികൾ നേരിടുന്ന ക്രൂരതകൾക്കെതിരെ താൻ അവർക്കൊപ്പം തന്നെയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിസ്മയ ചെയ്തത്. അതിനെ വെറുമൊരു അബദ്ധമായി ചിത്രീകരിക്കാനും ഒരു BJP നേതാവ് എന്ന നിലയിലുള്ള തൻ്റെ രാഷ്ട്രീയ ബാധ്യത തീർക്കാൻ വേണ്ടി വിസ്മയയെ കരുവാക്കാനും മേജർ രവി ശ്രമിച്ചതാണ് വിസ്മയയെ പ്രകോപിപ്പിച്ചത്. കുടുംബ സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, അച്ഛൻ്റെ സഹപ്രവർത്തകനായിരിക്കാം. പക്ഷേ അതെല്ലാം ഒരു വ്യക്തിയുടെ അതിരുകൾക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. തൻ്റെ കാര്യത്തിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ യാതൊരു അവകാശവുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വിസ്മയും പ്രണവും. അവർ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് അവർ മാത്രമാണ്. ആ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി വന്ന് വിസ്മയുടെ നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്ത മേജർ രവിയുടെ നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. വിസ്മയുടെ ആ നിശബ്ദത തനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ്. കാരണം അവർ ചെയ്തതെന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. വക്കാലത്തുകളുമായി വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു സത്യം ഇതാണ്: അവൾക്ക് 35 വയസ്സായി. ലോകം എന്താണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം.